ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്. മാനേജ്മെന്റിൽ വർക്കർ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യമാണ്. എന്താണ് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമതാണ് റിഡക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ്. ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാനേജ്മെന്റ് അവരുടെ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകുകയാണ്. എംപ്ലോയീസിനെ യാതൊരുവിധ ഇൻവോൾവും ചെയ്യുന്നില്ല. അപ്പൊ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവരുടെ ഏതെങ്കിലും ഒരു പ്രത്യേക ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്, അതായത് ട്രേഡ് യൂണിയനൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാനേജ്മെന്റിനെ അപ്രോച്ച് ചെയ്യുമല്ലോ. അങ്ങനെ അപ്രോച്ച് ചെയ്താൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവുന്നതാണ് ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് കൊണ്ട് പറ്റും. കാരണം ഇവിടെ ശരിക്കും എന്താണ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ എന്താണ് എംപ്ലോയീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഓരോ എംപ്ലോയീസിനും അവരുടെ മാനേജ്മെന്റിന്റെ ഡിസിഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണ് മാനേജ്മെന്റിന്റെ ബിഹേവിയർ, എന്താണ് അവർക്ക് കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ആ ഡിസിഷൻസ് എടുത്തത് എന്നുള്ള വ്യക്തമായുള്ള ധാരണ എംപ്ലോയീസിന് കിട്ടും. അങ്ങനെ ഉണ്ടാകുമ്പോൾ യാതൊരുവിധ കോൺഫ്ലിക്റ്റിന് അവിടെ ചാൻസ് ഇല്ല. അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്താണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പും, അതായത് മാനേജ്മെന്റും അതുപോലെ എംപ്ലോയീസും, ഈ രണ്ട് ഗ്രൂപ്പ് എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത് ഇടപെടലുണ്ടാവും. അപ്പൊ അങ്ങനെ അടുത്ത് ഇടപെടുന്ന സമയത്ത് അവരൊരു പരസ്പരം അവരുടെ ഓരോരുത്തരും പ്രോബ്ലംസ് പരസ്പരം മനസ്സിലാക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റുമായി കിട്ടുന്നതാണ്. അടുത്താണ് ഹയർ പ്രൊഡക്ടിവിറ്റി. തീർച്ചയായിട്ടും രണ്ട് കൂട്ടർ എന്താണ് ഒരുമിച്ച് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൂടി വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുവഴി സ്ഥാപനത്തിൽ പ്രോഫിറ്റ് ഒക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. അടുത്താണ് പീസ് ആൻഡ് ഹാർമണി ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. അതുപോലെ വർക്കേഴ്സും അതുപോലെ മാനേജ്മെന്റ് ഇടയിൽ എന്താണ് പീസും ഹാർമണി ഒക്കെ നിലനിർത്താൻ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് പോസിബിൾ ആകും. അടുത്താണ് ഓവറോൾ ഗ്രോത്ത്. സ്ഥാപനത്തിന്റെ ഓവറോൾ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഈ ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് സഹായിക്കും. കാരണം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നല്ല സഹകരണത്തോടു കൂടി എല്ലാവരും ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനൊക്കെ മുന്നോട്ട് പോകും. അപ്പൊ അതുവഴിയൊക്കെ സ്ഥാപനത്തിന്റെ എല്ലാ വിധത്തിലുള്ള ഗ്രോത്തുകളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ പറ്റും. അടുത്താണ് എൻഹാൻസ് ദ റെസ്പോൺസിബിലിറ്റി. അതുപോലെ ഒന്നുകൂടി റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും ഒന്ന് വർദ്ധിക്കും. കാരണം എംപ്ലോയീസിന് സാധാരണ രീതിയിൽ വർക്ക് ചെയ്തു പോയാൽ പോരാ, അവർക്ക് ഉത്തരവാദിത്തമുള്ള പല കാര്യങ്ങളിലും ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അവരുടെ എംപ്ലോയീസിന്റെ ആയാലും മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യും, ഒന്നുകൂടി കൂടുതലായിട്ട് വരികയാണ് ചെയ്യുക. അടുത്താണ് എൻഹാൻസസ് ദ ഇനീസിയേഷൻ. അതുപോലെ കുറച്ചുകൂടി എംപ്ലോയീസ് കുറച്ചുകൂടി ഇനീസിയേഷൻ കാര്യങ്ങൾ എടുക്കേണ്ടി വരും. കാരണം ജസ്റ്റ് സാധാരണ രീതിയിൽ ജോലിക്ക് വന്നു പോയാൽ മാത്രം പോരാ, പല കാര്യങ്ങളിലും നല്ല പ്രത്യേകം ഗ്രോത്ത് ഓറിയന്റഡ് ആയുള്ള ഐഡിയകൾ എന്ത് ചെയ്യേണ്ടി വരും, സജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെ കോസ്റ്റ് റിഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ കുറച്ചുകൂടി എന്ത് ചെയ്യണം, ഒരു ഇനീസിയേഷൻ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇനീസിയേഷൻ എന്തായിരിക്കും എപ്പോഴും വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് തീർച്ചയായിട്ടും ഇവര് ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഇനീസിയേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വർദ്ധിക്കുന്നതാണ്. അടുത്താണ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. അതുപോലെ എംപ്ലോയീസ് മാനേജ്മെന്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് പറ്റും. അതായത് ഈ സ്ഥാപനത്തിൽ എല്ലാ ഭാഗത്തു നിന്നുള്ള എംപ്ലോയീസിന്റെ പ്രതിനിധികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും ഡിസിഷൻസ് എടുക്കുക. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ എന്തുണ്ടാവും, ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ഉണ്ടാകും. യാതൊരുവിധ ക്യാപിറ്റലിസ്റ്റിന് അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ലേബർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനൊന്നും യാതൊരുവിധ വഴിവെക്കലൊന്നും ഉണ്ടാകില്ല. കാരണം എല്ലാ തലത്തിൽ നിന്നും അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് എംപ്ലോയീസ് ഉണ്ടോ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, അവരുടെ റെപ്രസെന്റേറ്റീവ് അടങ്ങിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, സ്ഥാപനത്തിലെ എല്ലാ ഡിസിഷൻസ് എടുക്കുക. അതാണ് ഡെമോക്രസി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ഈ ഒരു ലേബർ പാർട്ടിസിപ്പേഷൻ വഴി നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് ലെസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അതായത് സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് എന്ത് ചെയ്യും, അതിനെന്ത് ചെയ്യും, എതിർക്കുകയാണ് ചെയ്യുക. പെട്ടെന്നൊരു മാറ്റം വരികയാണ്, നിലവിൽ അവരെ മെത്തേഡ്സ് യൂസ് ചെയ്യണ്ടാവും, ആ മെത്തേഡ്സ് മാറ്റിയാണ് പുതിയൊരു മെത്തേഡൊക്കെ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ എംപ്ലോയീസും എന്ത് ചെയ്യും, അതിനെ എതിർക്കുകയാണ് ചെയ്യുക. നേരെ മറിച്ച് വർക്കേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ട് അവരെ കൂട്ടി ഡിസിഷൻസ് എടുക്കുകയാണ്, അവര് മുഖാന്തരം എന്ത് ചെയ്യാണ് സ്ഥാപനത്തിൽ ചേഞ്ചസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേഞ്ചസിനെതിരെയുള്ള എതിർപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് കൊണ്ടുള്ള
പ്രാധാന്യം, അതുകൊണ്ടുള്ള മെച്ചം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് എസെൻഷ്യൽ കണ്ടീഷൻസ് ഫോർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റിന് ഈ താഴെ പറയുന്ന കണ്ടീഷൻസ് നിർബന്ധമായിട്ടും വേണം. അതായത് ഈ ഒരു കണ്ടീഷൻ മാത്രമേ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് നല്ല പ്രോപ്പർ ആയിട്ട് രീതിയിൽ വർക്ക് ചെയ്യുകയുള്ളൂ. എന്തൊക്കെ നോക്കാം. ഒന്നാമതാണ് എൻലൈറ്റൻ ആൻഡ് ഇമ്പാർഷ്യൽ ആറ്റിറ്റ്യൂഡ്. അതുപോലെ എംപ്ലോയീസിനൊക്കെ എന്താണ് നല്ല എൻലൈറ്റൻ ആയിട്ടുള്ളതും അതുപോലെ പാർഷ്യാലിറ്റി ഇല്ലാത്തൊക്കെ എന്താണ് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഒക്കെ നല്ല രീതിയിൽ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ. അതായത് എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡും ഔട്ട്ലുക്കും എന്ത് ചെയ്യണം, അതൊക്കെ ഫുൾ എൻലൈറ്റഡ് ആകണം. അതുപോലെ ഇമ്പാർഷ്യൽ ആകണം. അതായത് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് തുറന്ന് പറയാനേ, എല്ലാ ഐഡിയകള് അതായത് ഒപ്പീനിയൻസ്, തോട്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് ഫ്രീ ആയിട്ട് ഫ്രാങ്ക് ആയിട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. അതുപോലെ മാനേജ്മെന്റ് ആറ്റിറ്റ്യൂഡ് നിർബന്ധമായിട്ടും ബ്രോഡ് ആയിരിക്കണം. അതുപോലെ പ്രോഗ്രസീവ് ആയിരിക്കണം, ഡെമോക്രാറ്റിക് ആയിരിക്കണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും എന്തുണ്ടാവും നല്ലൊരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ പോസിബിൾ ആവുകയുള്ളൂ. രണ്ടാമതാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിക്കൊണ്ടും അതുപോലെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടും മാനേജ്മെന്റും ലേബറും ഒന്നിച്ച് വർക്ക് ചെയ്യണം. ഓക്കെ. അടുത്തതാണ് ജെനുവിൻ ഫെയ്ത്ത് ഇൻ ദ സിസ്റ്റം. അതുപോലെ സിസ്റ്റത്തിൽ എന്ത് വേണം, നല്ലൊരു വ്യക്തമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അത് സിസ്റ്റത്തിൽ യഥാർത്ഥ വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമാണ് ഈ ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് ശരിയായ രീതിയിൽ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏതെങ്കിലും കേസിൽ ഇപ്പോ ആരെങ്കിലും പരസ്പരം വിശ്വാസമില്ല അല്ലെങ്കിൽ എന്താണ് സ്ഥാപനത്തിൽ എന്തായാലും വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് പ്രോപ്പറായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അടുത്താണ് കോർപ്പറേഷൻ. എംപ്ലോയി അതുപോലെ മാനേജ്മെന്റ് എന്ത് ചെയ്യണം, ഒരു ട്രേഡ് യൂണിയനൊക്കെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ സഹകരിച്ചാൽ മാത്രമേ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് നല്ല പ്രോപ്പറായ രീതിയിൽ സ്ഥാപനത്തിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്താണ് റിയൽ പാർട്ടിസിപ്പേഷൻ. അതുപോലെ ആരും ജസ്റ്റ് ഒരു ഫേക്ക് ആയിട്ടൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാവരും അവരുടെ ശരിയായിട്ടുള്ള സജഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, ഈ ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷനിൽ എന്ത് ചെയ്യണം, മുന്നോട്ട് വെക്കണം. റിയൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ പോസിബിൾ ആവുകയുള്ളൂ. അടുത്താണ് കോംപ്ലിമെന്ററി ബോഡി. അതുപോലെ ശരിക്കും ഒരു കോംപ്ലിമെന്ററി ബോഡി ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് ഉപയോഗിക്കണം. സ്ഥാപനത്തിലെ മൊത്തത്തിലുള്ള എംപ്ലോയീസിന്റെ എല്ലാ എംപ്ലോയീസിനും കൂട്ടിയാണ് ഡിസിഷൻസ് എടുക്കൽ ഒരിക്കലും പോസിബിൾ അല്ല. സ്ഥാപനത്തിലെ പല തലങ്ങളിലുള്ള എംപ്ലോയീസിന് എന്താണ്, അവർക്ക് പല പരാതികൾ ഉണ്ടാവും. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് എന്താണ് ഈ ഒരു കോംപ്ലിമെന്ററി ബോഡിയിൽ അല്ലെങ്കിൽ എന്താണ് ഈ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അംഗമായിരിക്കും. അപ്പൊ അവർ മുഖാന്തരം എന്താണ് പല പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ ഒരു കോംപ്ലിമെന്ററി ബോഡി അനിവാര്യമാണ്. അടുത്താണ് സ്ട്രോങ് ട്രേഡ് യൂണിയൻ. അതുപോലെ ട്രേഡ് യൂണിയൻ വളരെയധികം സ്ട്രോങ് ആയിരിക്കണം. ഇതുപോലെ എംപ്ലോയീസിന്റെ പാർട്ടിസിപ്പേഷന്, കളക്റ്റീവ് ബാർഗൈനിങ് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നല്ലൊരു ട്രേഡ് യൂണിയൻ അനിവാര്യമാണ്. അടുത്താണ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അതുപോലെ സ്ഥാപനത്തിൽ എന്ത് വേണം, നല്ലൊരു സമാധാനപരമായുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു എഫക്റ്റീവ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് പോസിബിൾ ഉള്ളൂ. അടുത്താണ് അതോറിറ്റി ഷുഡ് ബി സെൻട്രലൈസ്ഡ് ത്രൂ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് പ്രോസസ്. അതുപോലെ അതോറിറ്റി എന്തായിരിക്കണം, ഒരു സെൻട്രലൈസ്ഡ് ആയിരിക്കണം. എങ്ങനെ, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് പ്രോസസ്സുമായി. അപ്പോ എല്ലാ തലങ്ങളിൽ നിന്നും റെപ്രസെന്റേറ്റീവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ആയിരിക്കണം ഈ ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് ഉണ്ടായിരിക്കേണ്ടത്. അടുത്താണ് പ്രോഗ്രാം ഫോർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ഡെവലപ്ഡ് കോംപ്രഹെൻസീവ്ലി. അതുപോലെ ട്രെയിനിങ്, എഡ്യൂക്കേഷന് ഒക്കെ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക. കാരണം എംപ്ലോയീസിന് അവർക്ക് പെട്ടെന്ന് എന്താണ് ഈ മാനേജ്മെന്റ് തലത്തിൽ ഡിസിഷൻസ് എടുക്കാനൊക്കെ വ്യക്തമായിട്ട് എന്ത് വേണം, ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് നല്ലൊരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് നമുക്ക് സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇത്രയാണ് എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്.